നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പോണ്ടയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 1 വയസ്സുകാരിയായ കുട്ടി മരിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദുർഗാഭവൻ റോഡിന് സമീപം താമസിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:45ഓടെ വീടിന് പുറത്ത് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കെ 15-20 തെരുവുനായ്ക്കൾ കുഞ്ഞിനെ ആക്രമിക്കുകയായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് മരിച്ചു. അമ്മയ്ക്കും പരിക്കേറ്റു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നാട്ടുകാർ പറയുന്നത് തെരുവുനായ്ക്കളുടെ ശല്യം മേഖലയിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇത് നിയന്ത്രിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നുമാണ്. ഗോവയിൽ ചൂടും ഹ്യൂമിഡിറ്റിയും വർദ്ധിക്കുന്നതോടെയുണ്ടാകുന്ന ഹീറ്റ് സ്ട്രെസ് മൂലം ഭാവിയിൽ ജോലി സമയങ്ങളിലും ഉൽപ്പാദനശേഷിയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പുതിയൊരു പഠനം വ്യക്തമാക്കുന്നു. നാച്ചുറൽ ഹസാർഡ്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് 2050ഓടെ ഗോവയിൽ ഔട്ട്ഡോർ ജോലി ചെയ്യുന്നവരുടെ ഉൽപ്പാദനശേഷി 37% വരെ കുറയാൻ സാധ്യതയുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത ഇടങ്ങൾ ഒരുക്കുകയും നേരത്തെ ജോലി ആരംഭിക്കുകയും നിർബന്ധമായ വിശ്രമ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ശുപാർശ. തീരദേശ നഗരങ്ങളിൽ മനുഷ്യപ്രവർത്തനത്തിന്റെ ആഘാതം പഠനം വിശദീകരിക്കുന്നു. ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് ഹീറ്റ് സ്ട്രെസ് ഓൺ ദി പീപ്പിൾ വർക്കിംഗ് ഇൻ ദി കൊളാസ്റ്റൽ സിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ജേർണൽ പ്രസിദ്ധീകരിച്ചത്. ഗുഡ് ഫ്രൈഡേ ദിവസം സാലിഗാവിലെ മഡോവാഡയിൽ ഒരു പള്ളിക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന നീല നിറത്തിലുള്ള സ്കൂട്ടർ മോഷണം പോയതായി റിപ്പോർട്ട്. ഉടമ കെവിൻ അലൻ പെരേര പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കവെയായിരുന്നു സംഭവം. CCTVയിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ചുവപ്പ് ഷർട്ട് ധരിച്ച ഒരാൾ സ്കൂട്ടറുമായി കടന്നു കളയുന്നത് കാണാം. പെരേര ഉടൻ തന്നെ സാലിഗാവ് പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ പിടികൂടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഗോവയിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ലഭിച്ചിരുന്ന ബീഫ് റോസ്റ്റ്, പെപ്പർ ടങ്, ബീഫ് സ്റ്റേക്ക് തുടങ്ങിയ പ്രിയപ്പെട്ട ബീഫ് വിഭവങ്ങൾ താമസിക്കാതെ തന്നെ മെനുവിൽ നിന്നും അപ്രത്യക്ഷമാകാനിടയുണ്ടെന്ന് ദി ഗോവൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. ഗോവ മീറ്റ് കോംപ്ലക്സിൽ നിന്നുള്ള സപ്ലൈ കുറവും സർക്കാർ റെയ്ഡുകളും അതോടൊപ്പം ബെലഗാവിയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾ നിർത്തലാക്കിയതുമാണ് പ്രധാന കാരണം. ഓരോ മൃഗത്തിൽ നിന്ന് ലഭിക്കാവുന്നത് 2 അണ്ടർകട്ടും 1 ടങ്ങും മാത്രമാണ് എന്നതിനാൽ ഡിമാൻഡിന് അനുസൃതമായി സപ്ലൈ ചെയ്യാൻ വ്യാപാരികൾക്കും കോൾഡ് സ്റ്റോറേജ് ഉടമകൾക്കും കഴിയുന്നില്ല. ഈ ക്ഷാമം വിവാഹ സീസണിലും ടൂറിസത്തിനും ദോഷമുണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജോയ് മീറ്റ് കോംപ്ലക്സ് എല്ലില്ലാത്ത ഇറച്ചിക്ക് 400 രൂപയാണ് കിലോയ്ക്ക് വില ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഫിന്റെ വില 500 രൂപ വരെ ആകാനാണ് സാധ്യത. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ഗോവയിലുടനീളമുള്ള പള്ളികളിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.